ആ 10 കാര്യം ഉൾപ്പെടുത്തിയിട്ട് വേണം ദുആ ചെയ്യാൻ. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ചെയ്യൂലേ? ഇൻഷാ അല്ലാഹ്. 1, ദുആഇന്റെ തുടക്കത്തിൽ ഹംദും സ്വലാത്തും പറയണമെന്ന് നബിയനാ റസൂലുള്ളാഹി. ദുആ ചെയ്യുന്ന സമയം, തുടങ്ങുന്ന സമയത്ത് നിങ്ങളിനി മലയാളത്തിലോ ഇംഗ്ലീഷിലോ തമിഴിലോ കന്നഡത്തിലോ ഏത് ഭാഷയിൽ വേണമെങ്കിലും ദുആ ചെയ്യാം. എല്ലാ ഭാഷയും അല്ലാഹുവിന് അറിയാം. എങ്കിലും ദുആ ചെയ്യുമ്പോൾ തുടങ്ങുമ്പോൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. ഹംദും സ്വലാത്തും ദുആഇന്റെ തുടക്കത്തിൽ നിർബന്ധമായി പറയണമെന്ന് നബിയനാ റസൂലുള്ളാഹി. ദുആ സ്വീകരിക്കണമെങ്കിൽ ഒന്നാമത്തെ കാര്യം എന്താ? ദുആ ചെയ്യുമ്പോൾ എന്ത് പറയണം? എങ്ങനെ? ഒന്ന് പറഞ്ഞേ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് നിർബന്ധമായി പറയണം. 2 അള്ളാഹുവിന്റെ 99 പേരിൽ ഒരു 5 പേരെങ്കിലും ദുആയിൽ ഉൾപ്പെടുത്തണമെന്ന് നബിയനാ റസൂലുള്ളാഹി. അള്ളാഹിന് 99 പേരുണ്ട്, അസ്മാഉൽ ഹുസ്ന. 99 പേര് ആരെങ്കിലും പറഞ്ഞിട്ട് ദുആ ചെയ്താൽ അവന്റെ ദുആ സ്വീകരിക്കും. ആ 99 പേര് ആരെങ്കിലും കാണാതെ പഠിച്ചാൽ അവന്റെ ശരീരം നരകത്തിന് ഹറാമാണെന്ന് നബിയനാ റസൂലുള്ളാഹി. ഇപ്പൊ ദുആ ചെയ്യുന്ന സമയത്ത് ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവർ റഹ്മാനുർ റഹീമുൽ മലിക്കുൽ ഖുദ്ദൂസ് സലാം എന്ന് തുടങ്ങുന്ന പേരുകൾ, അതിൽ നിങ്ങൾക്കറിയുന്നത് മലയാളത്തിലെങ്കിലും അല്ലാഹ് റഹ്മാനായ അല്ലാഹ്, കരുണയുള്ള റബ്ബേ, ദയാലുവായ പടച്ചവനെ, സിട്ടാവായ അല്ലാഹുവേ, മാലിക്കുൽ മുലൂക്കായ പടച്ചവനെ, ഇതുപോലെ ഔദാര്യമുള്ളവനെ, ഇതുപോലെ ഒരു 5 പേരെങ്കിലും നിങ്ങളുടെ ദുആയിൽ ഉൾപ്പെടുത്തണം. അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 3ാമത്തെ കാര്യം, ദുആ ചെയ്യുന്ന സമയത്ത് ഒരു ഓർമ്മ നിനക്കുണ്ടാകണം. ദുആ ചെയ്യുന്നത് നിനക്ക് വേണ്ടിയാണെന്നുള്ളൊരു ചിന്തയുണ്ടാകണം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആവശ്യക്കാര് നമ്മൾ അള്ളയല്ല. ദുആ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആവശ്യക്കാര് നമ്മൾ അള്ളയല്ല. നമുക്ക് അള്ളാനെ കൊണ്ട് ആവശ്യം, നമ്മളെ കൊണ്ടല്ല അള്ളാഹിക്ക് ആവശ്യം. ദുആ ചെയ്യണ സമയത്ത് നമുക്ക് തന്നെ ഓരോ ഉറപ്പില്ല ഇത് സ്വീകരിക്കുമെന്ന്. ദുആ ചെയ്യുന്നവര് തന്നെ അറിയാം അത് സ്വീകരിക്കൂല. അവന് തന്നെ 100-101% ഉറപ്പില്ല. പിന്നാണെങ്കിൽ ഇപ്പം തന്നെ പള്ളിയിലൊക്കെ ഉസ്താദന്മാര് ദുആ ചെയ്യുമ്പോ ബിരിയാണി തിന്നാനിരിക്കണ പോലെ ചിലരൊക്കെ ഇരിക്കണേ. ഉസ്താദ് നിസ്കാരം കഴിഞ്ഞിട്ട് ദുആ ചെയ്യുമ്പോ സദ്യ ഉണ്ണാനിരിക്കണ പോലെ 2 കാല് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കയറി ഇരിക്കുക. ഇങ്ങനെ ചിലർക്കാണെങ്കിൽ പിന്നെ കൈപോലും ഉയർത്താൻ കഴിയില്ലല്ലോ. ദുആ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ കൈ ഉയർത്തി ദുആ ചെയ്യണമെന്ന്, ഇതിങ്ങനെ വെട്ടിയിട്ടിരിക്കാൻ മടിയിൽ ചിലർക്ക് പിടിക്കാൻ തന്നെ സമയമില്ല. അല്ലാഹു നമ്മുടെയൊക്കെ കാക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, യജമാനന്റെ മുന്നിൽ നിൽക്കുന്ന അടിമയെ പോലെ താഴ്മയോടുകൂടി വേണം അള്ളാഹിനോട് ദുആ ചെയ്യാൻ. നമ്മുടെ കാര്യങ്ങൾ പടച്ചവന്റെ മുന്നിൽ അവതരിപ്പിക്കുമ്പോൾ മാന്യനായിട്ട് വളരെ താഴ്മയോടുകൂടി കിബിലയ്ക്ക് അഭിമുഖമായി അത്തഹിയ്യാത്തിൽ ഇരുന്നു കൊണ്ട് ദുആ ചെയ്യണം. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്തൊരു സൗണ്ട് കേൾക്കണത്? തനിയം ഉണ്ടായിരിടാ. 3ാമത്തെ കാര്യം, ദുആ ചെയ്യുമ്പോൾ ആവശ്യക്കാരൻ നീയാണ്, അള്ളയല്ല. ആ ഓർമ്മയുണ്ടാകണം. 4, ദുആ ചെയ്താ സ്വീകരിക്കണമെങ്കിൽ 4ാമത്തെ കണ്ടീഷൻ, നിന്റെ ജീവിതത്തിൽ അള്ളാഹു ചെയ്തു തന്ന നല്ല കാര്യങ്ങൾ അനുഗ്രഹങ്ങൾ പറഞ്ഞിട്ട് ദുആ ചെയ്യണമെന്ന് നബിയനാ റസൂലുള്ളാഹി. അള്ളാഹുവേ, നീ എനിക്ക് കൈ തന്നു, കണ്ണ് തന്നു, മക്കളെ തന്നു, ഭാര്യ തന്നു, ജോലി തന്നു, ആഫിയത്ത് തന്നു, ഇതൊക്കെ നീ എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളാണ്. അൽഹംദുലില്ലാഹ്, ഞാനതിന് നന്ദിയുള്ളവന്. നിനക്ക് റബ്ബ് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ പറഞ്ഞിട്ട് ദുആ ചെയ്യണമെന്ന് നബിയനാ റസൂലുള്ളാഹി. 5ാമത്തെ കാര്യം, അള്ളാഹുവിന്റെ പ്രവാചകം പറയുന്നു, നിന്റെ ജീവിതത്തിൽ നീ ചെയ്ത നല്ല കാര്യങ്ങൾ എടുത്തു പറഞ്ഞ് ദുആ ചെയ്യണമെന്ന് നബിയനാ റസൂലുള്ളാഹി. അപ്പൊ ദുആ ചെയ്യുമ്പോൾ, അള്ളാഹുവേ, ഞാൻ നിസ്കരിച്ചിട്ടായിരിക്കണം നിസ്കാരപ്പായി, ഞാൻ നോമ്പ് പിടിച്ചിട്ട് മുറിക്കുന്ന സമയത്ത് അള്ളാഹ് ഇരിക്കണേ, റബ്ബേ ഇൽമിന്റെ സദസ്സിൽ ഇരുന്ന ദുആ ചെയ്യണേ. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ പറഞ്ഞിട്ട് വേണം ദുആ ചെയ്യാൻ. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 6 ഇനിയുള്ള കാര്യങ്ങൾ നല്ലപോലെ ശ്രദ്ധിക്കുക, പ്രത്യേകിച്ച് സഹോദരിമാർ. 6, അള്ളാഹുവിനെ കുറ്റപ്പെടുത്താൻ പാടില്ലെന്ന് നബിയനാ റസൂലുള്ളാഹി. അള്ളാഹിനെ കുറ്റപ്പെടുത്താൻ പാടില്ല. അള്ളാഹുവെ, ഞാനും അവനും ഒരുമിച്ച ഗൾഫിൽ പോയ, ഞങ്ങൾ രണ്ടുപേരും ഒരേ കമ്പനിയിലാണ് ജോലി ചെയ്യണം, അവന് നല്ല വീടായി, മക്കളെയൊക്കെ കെട്ടിച്ച് നല്ല, എന്നോട് മാത്രം എന്ത് പടച്ചാൻ ഇങ്ങനെ, എന്റെ സഹോദരങ്ങളൊക്കെ നല്ല രീതിയിലായി, എന്നെ മാത്രം എന്ത് പടച്ചനെ നീ ഇങ്ങനെ ആക്കിക്കളഞ്ഞു. അള്ളാഹിനെ കുറ്റപ്പെടുത്താൻ. രണ്ടുപേരും അള്ളാഹിന്റെ അടിമകൾ തന്നെയാണ്. ഞാനും അള്ളാഹിന്റെ അടിമ, നീ അള്ളാഹിന്റെ അടിമ. എന്നിട്ട് ഒരാളോട് നീ നീതി കാണിച്ചു, എന്നോട് നീതി കാണിച്ചില്ല, അള്ളാഹിനെ കുറ്റപ്പെടുത്തുക, ദുആ ചെയ്യും. എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു,
അള്ളാനെ കുറ്റപ്പെടുത്താൻ പാടില്ലെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏഴാമത്തെ കാര്യം മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഒരു മനുഷ്യനും എതിരായി ദുആ ചെയ്താൽ നീ ചോദിച്ച കാര്യം അള്ളാഹു നിനക്ക് തരില്ലെന്ന് നബിയുനാ റസൂലുള്ളാഹി. ദുആ ചെയ്യണ സമയത്ത് അള്ളാഹുവെ പടച്ചവനെ, അവൻ എത്തീങ്കാനയിലാവണേ, അവന്റെ വീട് മുടിഞ്ഞു പോണേ, അവന്റെ മോടെ തലാക്ക് പറയണേ, കൊത്തുവാള എടുക്കണേ, കച്ചവടമൊക്കെ മുടിഞ്ഞ് അള്ളാഹുവെ എത്തീങ്കാനയിലാവണം, പള്ളിയുടെ ഫ്രണ്ടി ഇരുന്ന് പിരിക്കണം. നമ്മൾ ദുആ ചെയ്യും. മറ്റൊരുത്തൻ നശിക്കാൻ വേണ്ടി ദുആ ചെയ്താ നിന്റെ കാര്യം നടക്കില്ലെന്ന് നബിയുനാ റസൂലുള്ളാഹി. ചെയ്യണ കാര്യല്ലേ താത്ത ഇല്ലേ? ദുആ ചെയ്യുമ്പോ 27-ാം രാവിന്റെ അള്ള പടച്ചവനെ, അവന്റെ മയ്യത്ത്, അവളുടെ മയ്യത്ത് റോഡിൽ നിന്ന് തുടച്ചെടുക്കണം, വണ്ടിയുടെ അടിയിൽ നിന്ന് കുളിപ്പിക്കാൻ പോലും കിട്ടല്ലോ പടച്ച. നമ്മളൊക്കെ ദുആ ചെയ്യണ പ്രാക്കും ശാപം ഒക്കെ അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. എന്റെ പൊന്നത്ത, നിന്റെ കാര്യം നടക്കാത്ത അതുകൊണ്ടാ. നീ എത്ര കരഞ്ഞു വിളിച്ച് ചോദിച്ചിട്ടും പടച്ചവൻ തരാത്ത എന്താ? നീ ദുആയിലും മറ്റുള്ളവൻ മുടിയാൻ വേണ്ടി ദുആ ചെയ്താൽ വല്ലതും നടക്കോ? അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മറ്റൊരുത്തൻ അനുഗ്രഹം ഉണ്ടാവണ കണ്ടിട്ട് നമുക്ക് അസൂയപ്പെട്ടിട്ട് ഒന്നും കിട്ടാനില്ല. എടാ, നിന്റെ വീടിന്റെ അയൽവാസി അവൻ കൂലിപ്പണിയാ, റോഡിൽ കുഴിയെടുത്ത് ജീവിക്കുന്നവൻ, എന്നാലും അവന്റെ വീട്ടില് 500 രൂപ ഒരു ദിവസം ശമ്പളം വന്നാൽ സന്തോഷമാ, ബാലൻസ് വരും. ഇപ്പൊ പള്ളിയിലെ ഉസ്താദന്മാരെ കണ്ടില്ല, കുറഞ്ഞ ശമ്പളത്തിന് ജോലി ചെയ്യും. കുറഞ്ഞ ശമ്പളത്തിന് ജോലി ചെയ്തിട്ട് 5000 രൂപ 6000 രൂപ കൂട്ടി കൊടുക്കത്തില്ലല്ലോ പാവങ്ങൾക്ക്. കൂട്ടിപ്പോലും കൊടുക്കൂല. ഭാര്യയും മക്കളൊക്കെ ഉണ്ട്. ചോദിക്കുമ്പോ പറയും, ഉസ്താദെ ബർക്കത്തുണ്ടല്ലോ നിങ്ങൾക്ക് അതിനകത്തുനിന്ന്. 5000 രൂപയായിരിക്കും, പക്ഷെ ആ 5000 രൂപയിൽ തന്റെ കുടുംബവും തന്റെ ഭാര്യ മക്കളൊക്കെ സന്തോഷത്തോടെ ജീവിച്ചിട്ട് ബാലൻസ് ഉണ്ടാവും. അള്ളാഹു അതിലൊരു ബർക്കത്ത് ചെയ്യുന്നുണ്ട്. അതുപോലെ മറ്റൊരുത്തൻ എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ നമ്മൾ അസൂയപ്പെട്ടിട്ട്, ഒരു ഉസ്താദന്മാർക്ക് നല്ലൊരു വീട് വെക്കാൻ പറ്റൂല, നല്ലൊരു വാഹനത്തിൽ സഞ്ചരിക്കാൻ പറ്റൂല, അസൂയ. തന്റെ അയൽവാസിക്ക് ഒരു നല്ല വീട് വെച്ചുകൂടാ, നല്ലൊരു കാർ എടുത്തുകൂടാ, ഇതൊക്കെ കാണുമ്പോ അസൂയ നമുക്ക്. എന്റെ പൊന്നു ചങ്ങായിമാർ, ഒരു കാര്യം മനസ്സിലാക്കാം, 3 കാര്യങ്ങൾ നമ്മുടെ കൂടെ നടക്കൂന്ന. എത്ര ഓടിച്ചാലും പോകില്ല, 3 കാര്യം കൂടെ നടക്കും. 1 മരണം, 2 നീ തിന്നേണ്ട ഭക്ഷണം നീ അല്ലാതെ വേറെ ആരും തിന്നൂല. ഓരോ ഭക്ഷണത്തിന്റെ ഒരു മണി അരിയുടെ മുകളിൽ പേരെഴുതി വെച്ചിട്ടുണ്ട്, സിറാജ് ഇന്ന് അരി തിന്നും, അത് എവിടാണെങ്കിലും അത് ഞാൻ പോയി തിന്നിരിക്കും, അത് വേറെ ലോകത്തൊരു മനുഷ്യനും തിന്നൂല. മരണവും അതുപോലെ കൂടെ നടക്കും. 3-മതൊരു കാര്യം, നിനക്ക് കിട്ടേണ്ട പൈസ ലോകത്ത് വേറെ ആർക്കും കിട്ടൂല, നിനക്ക് തന്നെ കിട്ടത്തുള്ളൂ. നിന്റെ പേരതിൽ എഴുതിയിട്ടുണ്ട്, നിനക്കേ കിട്ടൂ. നിനക്ക് അർഹതയില്ലാത്ത 1 രൂപ വേറൊരുത്തന്റെ 1 രൂപയും നിനക്ക് കിട്ടൂല, നിന്റെ പൈസ തന്നെ നിനക്ക് കിട്ടൂ. നീ പിന്നെ ആർത്തി കാണിച്ചിട്ട് എന്ത് കാര്യം? അസൂയൊക്കെ വിട്ടിട്ട് അല്ലാഹു കാക്കുമാറാകട്ടെ. അയൽവാസിയുടെ വീട് കണ്ടിട്ടും വാഹനം കണ്ടിട്ടും അവന്റെ അനുഗ്രഹം കണ്ടിട്ടും അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. നിനക്ക് വേണമെങ്കിൽ നീ അള്ളാഹിനോട് ദുആ ചെയ്യ്, പടച്ചവൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബർക്കത്ത്. 8-മത്തെ കാര്യം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഒരു മനുഷ്യനും എതിരായി നീ ദുആ ചെയ്താ നീ ചോദിച്ച കാര്യം അള്ളാഹു തരില്ല. 9 നിന്റെ കാര്യം നീ പറയുന്നതിന് മുമ്പേ മറ്റുള്ളവന് വേണ്ടി ദുആ ചെയ്യണമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഇത് ആരെ കൊണ്ട് പറ്റും? നമ്മളെ കൊണ്ട് പറ്റുമോ? നീ നിന്റെ കാര്യം പറയുന്നതിന് മുമ്പ് അള്ളാഹിനോട് പറയണം, പടച്ചനെ എന്റെ അയൽവാസി പാവപ്പെട്ടവനാ, പടച്ചനെ സമ്പത്ത് കൊടുക്കണേ, വീട് കൊടുക്കണേ, നല്ല ജോലി കൊടുക്കണേ, പടച്ചനെ എനിക്കും തരണേ അല്ലാ. നിന്റെ കാര്യം പറയുന്നതിന് മുമ്പേ നീ മറ്റുള്ളവന് വേണ്ടി ദുആ ചെയ്യണമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അതുകൊണ്ടാ ചങ്ങാതി വയലിനൊക്കെ വരുമ്പോ ആദ്യം നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്ത് മൈക്ക് സെറ്റുകാരന് വരെ ദുആ ചെയ്തിട്ട് നമ്മുടെ കാര്യം നമ്മൾ പറയും. നടക്കണ്ടേ? ആദ്യം നിങ്ങളുടെ എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്തിട്ട് ബക്കറ്റ് എടുത്തവനും സ്റ്റേജ് കെട്ടിയവനും മൈക്ക് സെറ്റുകാരനും എല്ലാവർക്കും ചെയ്തിട്ടാ അവസാനം നമ്മുടെ കാര്യം പറയണേ. എന്തിനുണ്ടാ? നമ്മുടെ കാര്യം നടക്കാനാ. മറ്റുള്ളവന്റെ കാര്യം നടക്കാൻ വേണ്ടി ദുആ ചെയ്തിട്ട് വേണം നിന്റെ കാര്യം പറയേണ്ടതെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതെല്ലാവർക്കും അങ്ങോട്ട് പറ്റണമെന്നില്ല. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 10-മത്തെ കാര്യം, ഹംദും സ്വലാത്തും കൊണ്ട് ദുആ അവസാനിപ്പിക്കണമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ 10 കാര്യം അനുസരിച്ചിട്ട് ദുആ ചെയ്താൽ അവന്റെ ദുആ അള്ളാഹു തട്ടിക്കളയില്ലെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന ദുആകളൊക്കെ അള്ളാഹു സ്വീകരിക്കും. നടക്കണ്ടേ? ആദ്യം നിങ്ങളുടെ എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്തിട്ട് ബക്കറ്റ് എടുത്തവനും സ്റ്റേജ് കെട്ടിയവനും മൈക്ക് സെറ്റുകാരനും എല്ലാവർക്കും ചെയ്തിട്ടാ അവസാനം നമ്മുടെ കാര്യം പറയണേ. എന്തിനുണ്ടാ? നമ്മുടെ കാര്യം നടക്കാനാ. മറ്റുള്ളവന്റെ കാര്യം നടക്കാൻ വേണ്ടി ദുആ ചെയ്തിട്ട് വേണം നിന്റെ കാര്യം പറയേണ്ടതെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതെല്ലാവർക്കും അങ്ങോട്ട് പറ്റണമെന്നില്ല. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 10-മത്തെ കാര്യം,
ഹംദും സ്വലാത്തും കൊണ്ട് ദുആ അവസാനിപ്പിക്കണമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ 10 കാര്യം അനുസരിച്ചിട്ട് ദുആ ചെയ്താൽ അവന്റെ ദുആ അല്ലാഹു തട്ടിക്കളയില്ലെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന ദുആകളൊക്കെ അല്ലാഹു